alcoholic weather ആണല്ലോ പണിക്കരെ. The famous dialogue from the famous movie Shylock and narrated by the super duper Mamukka. അതുപോലെ നല്ല ആൽക്കഹോളിക് വെതറുള്ള വൈബുള്ള ഹോട്ട് ഗോവയിലേക്കാണ് ഒരു വീക്കെൻഡ് ചില്ല് ചെയ്യാൻ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. So join with me for another chilling episode of Rhythm of Life by Laya. ഗോവ പോകാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആയതുകൊണ്ട് രാവിലത്തെ ഉറക്കമൊക്കെ കണക്കായിരുന്നു ഗൈസ്. അപ്പോൾ സാറ്റർഡേ രാവിലെ 6 o'clock indigo ഫ്ലൈറ്റ് വി സ്റ്റാർട്ട് ഓൺ ജേർണി ടു ഗോവ. പിന്നൊരു കാര്യം, നിങ്ങൾ ഗോവ വരികയാണെങ്കിൽ either you should come with your friends or friends like family who is ready to explore without any judgment. അങ്ങനൊരു ഫാമിലിയുടെ കൂടെയാണ് ഈ പ്രാവശ്യത്തെ എൻ്റെ ട്രിപ്പ്. And we have landed there almost by 7:30 and from there again ഒരു 1 hour journey to North Goa where we have stayed. ആൻഡ് രാവിലത്തെ ടൈം ആയതുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് വി ഹാഡ് എ വെജ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഭയങ്കര ഫേമസ് പ്ലേസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് മെൻഷനിങ് ദ നെയിം. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ബൈ 9:30-10 ഒക്കെ ആയപ്പോൾ വി ഹാവ് റീച്ച്ഡ് അവർ ഫ്ലാറ്റ്, എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അപ്പാർട്ട്മെൻറ്റ്, ഹെറിറ്റേജ് ഹോളിഡേ ഹോംസ് അർപോറ. അങ്ങനെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തി നമ്മൾ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്താ അറിയോ, സ്കൂട്ടർ റെൻറ്റിന് എടുക്കാമെന്നായിരുന്നു. So that we don't get stuck in the heavy traffic and nightlife in Goa for next 2 days. അങ്ങനെ നമ്മൾ സ്കൂട്ടറൊക്കെ റെൻറ്റിന് എടുത്ത് നമ്മൾ ഒന്ന് എന്താ പറയുക കുളിച്ച് ഫ്രഷായി ഒക്കെ വന്നപ്പോഴേക്കും ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റായ ഫാറ്റ് ഫിഷ് എന്നാണെന്ന്. അവിടുത്തെ 550 rupees ഗോവൻ താലി മീൽസ് ഉണ്ട്. ഇറ്റ്സ് റിയലി വർത്ത് ദ പ്രൈസ് ആൻഡ് യമ്മി ടു ദ കോർ. Get a seafood sadhya including prawns, kingfish, crab, mussels and lot more in Goan style. You can have both alcoholic and non-alcoholic beverages too with the food. അടിപൊളി ആംബിയൻസിൽ ഒരു അടിപൊളി ലഞ്ച് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു. ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് കുറച്ച് ഓവർ റേറ്റഡ് അല്ലേ എന്ന്. പക്ഷേ ഗോവയിലെ തട്ടുകടയിൽ പോലും ഒരു ചിക്കൻ ബിരിയാണിക്ക് നമ്മൾ 250 rupees കൊടുക്കണം. സോ ഈ ആംബിയൻസിൽ ഇത്രയും ഡിഷസ് ഉള്ള ലഞ്ചസ് റിയലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോ ട്രസ്റ്റ് മി ഗൈസ്, ദിസ് ഈസ് വർത്ത് ദ പ്രൈസ് ആൻഡ് യമ്മി ടു ദ കോർ. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹാപ്പനിങ് പ്ലേസസ് ഇൻ നോർത്ത് ഗോവ ഇവിടെ നിന്ന് 2-3 kilometers ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ടൈം ഒരു ഗോവ ഓൾ ഗേൾസ് ട്രിപ്പ് വന്നപ്പോൾ വി സ്റ്റേഡ് ഹിയർ ആൻഡ് ലഞ്ചൊക്കെ കഴിഞ്ഞ് വി ടുക്ക് എ ഷോർട്ട് നാപ്പ് ആൻഡ് ഗെറ്റ് റെഡി ഫോർ വിറ്റ്നസിങ് അവർ ഫസ്റ്റ് സൺസെറ്റ് ഇൻ ഗോവ, ദാറ്റ് ടു ഫ്രം അഗോഡ ഫോർട്ട്. നമ്മൾ സൺസെറ്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ബിക്കോസ് ആ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള സീ വ്യൂ ആൻഡ് സൺസെറ്റ് ഇസ്, trust me guys, it is spectacular. അത്യാവശ്യം നടന്ന് കാണാനുണ്ട് ഈ ഫോർട്ട് ആൻഡ് സറൗണ്ടിങ്സ്. ഒരുപാട് ഫേമസ് മൂവീസിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ദിൽ ചാഹത്താ ഹൈയാണ്. അഗോഡ ഇൻ പോർച്ചുഗീസ് മീൻസ് വാട്ടർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ സ്റ്റോറേജ് ഇതിൻ്റെ ഉള്ളിലാണത്രേ. ആൻഡ് ഹെൻസ് ദ നെയിം അഗോഡ ഫോർട്ട്. കൂറ്റൻ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ കുഞ്ഞു കുഞ്ഞു കിളിവാതിൽ പോലെ ബീച്ച് വ്യൂ തരുന്ന ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ സത്യം പറഞ്ഞാൽ സഞ്ചാരികളുടെ ഒരു ക്യൂ ആണ്. ഒരു കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇടയ്ക്കിടയ്ക്ക് സ്കൂട്ടറിന് ഇന്ധനം നിറയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. കാരണം നോർത്ത് ഗോവയിൽ അങ്ങനെ നിയർ ബൈ പെട്രോൾ പമ്പ്സ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്കും പിന്നെ ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ അഗോഡ ഫോർട്ടിൽ സൺസെറ്റും ബീച്ച് വ്യൂ എങ്കിലും കണ്ടെങ്കിലും ഈ സൺസെറ്റിൻ്റെ കംപ്ലീഷൻ കാണാനായിട്ട് നമ്മൾ പോയത് നെക്സ്റ്റ് അഗോഡ ലോവർ ഫോർട്ടിലോട്ടാണ്.
അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് കടൽ കാണുന്നതെങ്കിൽ അവിടെ കുറച്ചും കൂടെ ലോവർ സിംകോണിയം ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് അവിടെ. ആ ബീച്ചിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് ആ ചെറിയ ഒരു ഫോർട്ടിൻ്റെ ഒരു പോർഷൻ എന്താ പറയുക സ്റ്റേ ചെയ്യുന്നത്. അവിടെ നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ബീച്ച് വ്യൂവും സൺസെറ്റും ഒക്കെ കാണാൻ പറ്റും. ഫ്രം എ ഹൈറ്റ് ഡെഫിനറ്റ്ലി, ബട്ട് കുറച്ചുകൂടെ ക്ലോസർ, അതായത് നല്ല വലിയൊരു തിരയടിച്ചാൽ നമ്മളുടെ മേത്തൊക്കെ വെള്ളമാവുന്ന രീതിയിൽ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ നിന്നുള്ള സൺസെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ ആ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടാജ് അഗോഡ ഫോർട്ട് എന്ന് വെച്ചാൽ മതി. കാരണം അവിടെ ടാജിൻ്റെ വലിയൊരു പ്രോപ്പർട്ടി റിസോർട്ട് ഉണ്ട്. Told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. കള്ളുടിക്കുക, ഫുഡ് അടിക്കുക, വായ നോക്കുക, ഇതല്ലാതെ വേറൊരു അജണ്ട നമുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ട് സമയം പാഴാക്കാൻ നടന്നില്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നാണല്ലോ. I'm changing.